CPIM പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ റിപ്പോർട്ടിന്. പാർലമെന്ററി വ്യാമോഹം പാർട്ടിയെ ബാധിക്കുന്നു. പാർലമെന്ററി വ്യാമോഹം പാർട്ടിയിൽ വർഗീയതയ്ക്ക് വഴിവെക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രവണതകൾ ഇല്ലാതാക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. PR സുനിൽ ചേരും വിശദാംശങ്ങളുമായി. PR സുനിൽ, പാർട്ടിയിൽ നടപ്പാക്കേണ്ട 5 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഉൾപ്പെടെ, വിദ്യാർത്ഥി സംഘടനയുടെ കാര്യം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുള്ള സംഘടനാ റിപ്പോർട്ടാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും നാളെ CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഏതായാലും റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തുവിടുന്നത്. തീർച്ചയായും വളരെ ക്രിയാത്മകമായ വിമർശനങ്ങൾ തന്നെയാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ CPIM മുന്നോട്ട് വെക്കുന്നത്. 23ാം പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള എന്തൊക്കെ തീരുമാനങ്ങൾ സംഘടനാപരമായി പാർട്ടിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ഈ സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 126 പേജാണ് ഈ സംഘടനാ റിപ്പോർട്ടിലുള്ളത്. ഈ സംഘടനാ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രവണതകൾ ഇല്ലാതാകണം എന്നതാണ്. അത്തരത്തിലുള്ള പ്രവണതകൾ പാർട്ടിയിൽ ഉണ്ടാകുന്നുവെന്ന് സ്വയം വിമർശനമായി സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താൻ 23ാം പാർട്ടി കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നു. അതേസമയം അത്തരം പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പാർട്ടിക്ക് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും യുവാക്കളെയും ഒക്കെ തന്നെ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം. അതിനായി ഇനി കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങണം. പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രവണതകൾ പാർട്ടിയിൽ ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാനാകില്ല എന്നുകൂടി സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദുർബലമായ മേഖലകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും സംഘടനാ റിപ്പോർട്ട് പറയുന്നു. അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എന്നിവയിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം. പ്രധാനമായും 5 കാര്യങ്ങൾ സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്വാളിറ്റി മെമ്പർഷിപ്പ് പാർട്ടിയിൽ വർദ്ധിപ്പിക്കണം. അങ്ങനെ പാർട്ടി ശക്തമായി മുന്നോട്ട് പോകണം. മാത്രമല്ല, താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഇടപെടാനും പോരാട്ടങ്ങളിലേക്ക് നീങ്ങാനും ഒക്കെ തന്നെ ഓരോ മേൽക്കമ്മിറ്റികൾ അതത് സമയങ്ങളിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം, ഇടപെടലുകൾ നടത്തണം. കൃത്യമായി ഇത്തരം വിഷയങ്ങൾ മേൽക്കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുകൂടി സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാന ഘടകങ്ങളും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണമെന്നും അത് കണക്കുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം എന്നുകൂടി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ പാർട്ടിയിൽ പാർലമെന്ററി വ്യാമോഹം ശക്തമാകുന്നു എന്ന് സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാർലമെന്ററി വ്യാമോഹം ശക്തമാകുന്നത് വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. ഇത് പാർട്ടിയിൽ വെച്ചുപൊറിപ്പിക്കാനാകില്ല. ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം എന്നുകൂടി ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് സംഘടനാപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. ദേശീയ തലത്തിൽ രാഷ്ട്രീയമായി പല ദൗത്യങ്ങളും CPI-യും ഇടതുപക്ഷ പാർട്ടികളും ഏറ്റെടുക്കുമ്പോഴും സംഘടനാപരമായ വിഷയങ്ങളിൽ പാർട്ടി കൂടുതൽ ദൗർബല്യങ്ങളിലേക്ക് വരികയാണ്, തകർച്ചയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് പാർട്ടിയുടെ കരുത്തുണ്ടായിരുന്ന മേഖലകളിലൊക്കെ തന്നെ പാർട്ടി തകരുന്നൊരു സ്ഥിതിയുണ്ട്. പാർട്ടിയുടെ വോട്ട് ശതമാനം പാർട്ടിക്ക് ഏറ്റവും ശക്തമായ കേന്ദ്രമായ കേരളത്തിൽ പോലും കുറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സംഘടനാപരമായി പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള വലിയ തീരുമാനമാണ് CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ടി സ്വയം വിമർശനമായി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളിൽ വീഴ്ച പറ്റി എന്നത് സ്വയം വിമർശനമായി ഏറ്റെടുത്തുകൊണ്ടുള്ള 126 പേജുള്ള സംഘടനാ റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. നാളെ സംഘടനാ റിപ്പോർട്ട് CPIM ദേശീയ കോർഡിനേറ്റർ സമ്മേളനത്തിൽ വെക്കും. ഏതായാലും അതിനുശേഷം പിന്നീട് ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും. മുതിർന്ന PB അംഗം രാഘവലു ആയിരിക്കും ഈ സംഘടനാ റിപ്പോർട്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ അതിന് കൃത്യമായ ഒരു അജണ്ട, കൃത്യമായ കാര്യങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. പ്രത്യേകിച്ച് എവിടെയൊക്കെ വീഴ്ചകൾ വരുത്തിയോ, എവിടെയൊക്കെയാണ് ശക്തിപ്പെടുത്തേണ്ടത്, ദുർബലമായ പാർട്ടിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രത്യേകം ശ്രദ്ധ വേണ്ടത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തണമെന്നുകൂടി ഈ രേഖ, ഈ സംഘടനാ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതത് സമയങ്ങളിൽ പാർട്ടി ശക്തമായി ഇടപെടണം എന്നാണ് സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ കൃത്യമായി ഇടപെടലുകൾ നടത്തണം. അത്തരം കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റികൾ മേൽഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം. മേൽഘടകങ്ങളിൽ നിന്നും ഇത്തരം വിഷയങ്ങളിൽ കാര്യമായ ശ്രദ്ധയുണ്ടാകണം എന്ന് സംഘടനാ റിപ്പോർട്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തണം എന്നുകൂടി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ പാർട്ടിയിൽ
അടിമുടി ഒരു ശുദ്ധീകരണം തന്നെ വേണം എന്ന് തന്നെയാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഏതായാലും 2022 23-ാം പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള സംഘടനാപരമായ തീരുമാനങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിർവഹിക്കാനും അത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കാനും പാർട്ടിയുടെ ടാക്ടിക്കൽ ലൈൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തന്നെ സംഘടനാപരമായി പാർട്ടി ഒരു വലിയ ദൗത്യം തന്നെ ഏറ്റെടുക്കണമെന്നാണ് സംഘടനാ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.